Hello, welcome to a new video. നമ്മൾ ഇന്നിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ. ഇതിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോബ്ലത്തിൽ കുറച്ച് കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. In a test given to two groups of students, the marks obtained were as follows. Group 1-ൻ്റെ വാല്യൂം ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ് 2-ൻ്റെ വാല്യൂം ഉണ്ട്. The values of group 1 is 49, 36, 34, 49, 41, 18, 20, 36 and 50. ഇനി നമുക്ക് ഗ്രൂപ്പ് 2-ൻ്റെ വാല്യൂസ് നോക്കാം. 35, 30, 44, 46, 29, 26 and 28. Assuming that the group standard deviation are the same and that the marks normally distribute, test the hypothesis that the group means are equal. ഈ ക്വസ്റ്റ്യനിൽ നമ്മോട് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് നമുക്ക് തന്നേക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ മാർക്സാണ് ഇത്, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ മാർക്കാണ് ഇതും. സോ നമ്മോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ദി ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ ഗ്രൂപ്പ് മീൻസ് ആർ ഈക്വൽ. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഏത് ടെസ്റ്റിംഗ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേവരെ പഠിച്ചതിന് രണ്ട് ടെസ്റ്റിംഗ് ആണ്. ആദ്യത്തെ ടെസ്റ്റിംഗ് ദി ഗിവൻ പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു പർട്ടിക്കുലർ വാല്യൂ. ഒരു പോപ്പുലേഷൻ മീൻ്റെ വാല്യൂ വേറൊരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് ഈക്വൽ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ച ടെസ്റ്റിംഗ്. രണ്ടാമത് പഠിച്ച ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ. രണ്ട് പോപ്പുലേഷൻ മീനിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാകും, അത് രണ്ടും തമ്മിലുള്ള ഇക്വാലിറ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ദി ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ ഗ്രൂപ്പ് മീൻസ് ആർ ഈക്വൽ. അതായത് രണ്ട് പോപ്പുലേഷൻ മീനിൻ്റെ വാല്യൂ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വിച്ച് മീൻസ് ദാറ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടെസ്റ്റിംഗ് തന്നെ രണ്ടാമത്തെ ടെസ്റ്റിംഗ് ആണ്, അതായത് ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മളൊന്നല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് ടെസ്റ്റിംഗ് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം. ഓക്കെ, വെൻ n1 and n2's value is greater than 30, large ആണ്. When n1 and n2 is less than 30, then that is known as small. ആൻഡ് ലാർജിൽ തന്നെ 3 ഇക്വേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ സ്മോളിലും ഉണ്ട് 2 ഇക്വേഷൻസ്. ഓക്കെ, ലാർജിൽ പറഞ്ഞ കേസസൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ സിഗ്മ 1s ആൻഡ് സിഗ്മ 2s വാല്യൂസ് ആർ ഗിവൻ. പിന്നെ രണ്ടാമത്തെ കേസ് when sigma 1s and sigma 2's value is not given, and the third case is that when sigma 1 is equal to sigma 2 is equal to sigma and sigma 1 and sigma 2 are unknown. Okay, so ഇതാണ് ലാർജിൽ തന്നെ 3 കേസസ്. ഇനി ലെറ്റ്സ് സീ വാട്ട് ആർ ദി തിങ്സ് കമ്മിങ് അണ്ടർ സ്മോൾ. സ്മോളിൻ്റെ കേസിൽ ആകപ്പാടെ 2 എണ്ണം മാത്രമേ വരുന്നുള്ളൂ. ഒരെണ്ണം when sigma 1 and sigma 2's value is given, and the second is that when sigma 1's and sigma 2's value is not given. Okay, സോ ഇതിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. നമ്മളൊന്നല്ലെങ്കിൽ ഇക്വേഷൻസ് പഠിക്കണം, അല്ലെങ്കിൽ സ്റ്റെപ്സ് പഠിക്കണം. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ദി ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ. ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് 1-ൻ്റെ വീഡിയോ കിട്ടും. അതിൽ ഈ ഇക്വേഷൻസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. Before going to the problem, I forgot to tell something. That is, mu denotes population mean, sigma denotes population standard deviation, x bar denotes sample mean, as well as s denotes sample standard deviation. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. സോ നമുക്ക് അത് സെറ്റ് ചെയ്യാം. സോ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഈക്വൽ ടു mu1 ഈസ് ഈക്വൽ ടു mu2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? യെസ്, h1 is equal to mu1 is not equal to mu2. സോ ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ഗ്രൂപ്പ് മീൻസിൻ്റെ വാല്യൂ ഈക്വൽ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് is equal to mu1 is equal to mu2 കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം ഇത് 1 tailed ആണോ അല്ലെങ്കിൽ 2 tailed ടെസ്റ്റ് ആണെന്ന്. സോ ദിസ് ഇസ് 2 tailed ടെസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്നത്
ആകെപ്പാടെ ഗ്രൂപ്പ് 1ൻ്റെ എക്സ് വാല്യൂസും അതേപോലെ തന്നെ ഗ്രൂപ്പ് 2ൻ്റെ എക്സ് വാല്യൂസും മാത്രമാണ് തന്നേക്കുന്നത്. സോ നമ്മൾ ഈ ഗിവൻ ഇൻഫോർമേഷൻസ് വെച്ച് നമ്മൾ സാമ്പിളിൻ്റെ മീനും അതേപോലെ തന്നെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ എക്സ് ബാറും കണ്ടുപിടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുന്നുണ്ട്. സോ എക്സ് ബാറിൻ്റെ ഇക്വേഷനാണ് സിഗ്മ എക്സ് ബൈ എൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഇത്രയും സംഭവങ്ങൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഗ്രൂപ്പ് 1ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് 1ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂസാണ്. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം വാല്യൂസാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂസ്. ഓക്കെ, സോ നമുക്ക് ഇത് ഇങ്ങനെ എടുത്തെഴുതാം. 49, 36, 34, 49, 41, 18, 20, 36 ആൻഡ് 50. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടതാണ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 49ൻ്റെ സ്ക്വയറാണ് 2401. അതേപോലെ തന്നെ 36ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിനെയും നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. എക്സിൻ്റെ ടോട്ടലാണ് 333. ഇതിൻ്റെ ടോട്ടലാണ് 13,455. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഗ്രൂപ്പ് 2ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് 2 എക്സിൻ്റെ വാല്യൂസും വേണം, അതേപോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസും വേണം. ഇതിൽ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 2ൻ്റെ ഈ വാല്യൂസാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂസ്. സോ നമുക്കിവിടെ എഴുതാം 35, 30, 44, 46, 29, 26 ആൻഡ് 28. ഇനി നമുക്കിതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 35ൻ്റെ സ്ക്വയറാണ് 1255. അതേപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ടോട്ടലാണ് 238. സ്ക്വയറിൻ്റെ ടോട്ടലാണ് 8,478. ഓക്കെ, സോ നമ്മൾ ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും വാല്യൂസൊക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാം. സോ നമ്മൾ ആദ്യം ഗ്രൂപ്പ് 1ൻ്റെയാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം നമുക്ക് ഗ്രൂപ്പ് 1ൻ്റെ എക്സ് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഇസ് ഇക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഓക്കെ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ പറയണത് സിഗ്മ എക്സ്. ഓക്കെ, സോ സിഗ്മ എക്സിൻ്റെ വാല്യൂവിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴേക്കും നമുക്ക് കിട്ടിയത് 333 ആണ് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എക്സ് വാല്യൂസ്. ഇതിനകത്ത് എൻ എന്ന് പറയുമ്പോഴേക്കും 1, 2, 3, 4, 5, 6, 7, 8, 9. സോ ഗ്രൂപ്പ് 1ൻ്റെ എൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 9. സോ ഇത് രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 37. നമ്മൾ ഗ്രൂപ്പ് 1ൻ്റെ എക്സ് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റൊരിതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയാണ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓക്കെ, സോ സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂന് ടോട്ടൽ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഫോർമുലയിൽ ഫോർമുലേറ്റ് ചെയ്യാം. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ സിഗ്മ എക്സ് സ്ക്വയർസ് വാല്യൂ ഇസ് 13,455 ഡിവൈഡഡ് ബൈ എൻ. എന്നിൻ്റെ വാല്യൂ നമുക്കറിയാലോ, നമ്പർ ഓഫ് എക്സ്. സോ ദാറ്റ് ഇസ് 9 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാറിൻ്റെ സ്ക്വയർ, എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ് 37. 37ൻ്റെ സ്ക്വയറും. ഓക്കെ, ഇത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സ്ക്വയർ റൂട്ട് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ 11.23. സോ നമുക്ക്
ഈ വാല്യൂസ് വെച്ച് നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് ബാറിൻ്റെ വാല്യൂവും കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് നമുക്കറിയാം എക്സ് ബാർ മീൻസ് വാട്ട് ഈസ് ഇറ്റ്? യെസ്, സാമ്പിൾ മീനും കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്രൂപ്പ് 2-ൻ്റെ കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് 2-ൻ്റെ എക്സ് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 1-ൻ്റെ അല്ലേ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് തന്നെ എക്സ് ബാർ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അവിടെ ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് S1. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് 2-ൻ്റെ കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് 2-ൻ്റെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ബാർ 2 കണ്ടുപിടിക്കണം. നമ്മൾ 2 എന്ന് പറയാൻ കാരണം നമ്മൾ ഗ്രൂപ്പ് 1-ൻ്റെ 1 ജസ്റ്റ് ആഡ് ചെയ്തു, അതേപോലെ തന്നെ ഗ്രൂപ്പ് 2-ൻ്റെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എക്സ് ബാർ 2 എന്ന് കൊടുത്തത്. അതിൻ്റെ ഇക്വേഷനാണ് സെയിം ഇക്വേഷൻ തന്നെ, സിഗ്മ എക്സ് ബൈ എൻ. സോ സിഗ്മ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ എക്സിൻ്റെ ഗ്രൂപ്പ് 2-ൻ്റെ എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ്, ദാറ്റ് ഇസ് ഇക്വൽ ടു 238 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ നമ്പേഴ്സ്, അതായത് എത്ര ഉണ്ടെന്ന് 1 2 3 4 5 6 7. ഓക്കെ, സോ ഹിയർ ഗ്രൂപ്പ് 2-ൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 34. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എസ് ആണ്, S2. ദാറ്റ് ഈസ് ഇക്വൽ ടു നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ, സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എൻ മൈനസ് എക്സ് ബാർ റേസ് ടു 2. ഓക്കെ, എക്സ് ബാർ 2-ൻ്റെ റേസ് ടു 2 ആണ് കേട്ടോ. അതേപോലെ തന്നെ എക്സ് ബാർ 1-ൻ്റെ റേസ് ടു 2 ആണ് ഇവിടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് നേരത്തെ കിട്ടിയത് 8478 മൈനസ് എക്സ് ബാർ 2-ൻ്റെ സ്ക്വയർ, അതായത് 34-ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 7 റൂട്ടിൽ. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 7.42, അതായത് S2-ൻ്റെ വാല്യൂ. സോ നമ്മൾ എക്സ് ബാർ 1-ൻ്റെയും S1-ൻ്റെയും എക്സ് ബാർ 2-ൻ്റെയും S2-ൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏത് ഫോർമുലയാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് ലാർജ് ആണോ സ്മോൾ ആണോ, ലാർജ് ആണെങ്കിൽ ഏത് ഫോർമുല, സ്മോൾ ആണെങ്കിൽ ഏത് ഫോർമുല നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിതൊരു ഫ്രഷ് പേജിൽ എഴുതിയേക്കുവാണ്. സോ നമ്മുടെ ഇതിനകത്ത് എൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആയിരുന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ N1-ൻ്റെയും N2-ൻ്റെ വാല്യൂ ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് നോക്കേണ്ടത്. സി N1-ൻ്റെയും അതേപോലെ തന്നെ N2-ൻ്റെ വാല്യൂ ഇസ് സ്മോൾ ദാൻ 30 അല്ലേ, ഇസ് ലെസ് ദാൻ 30 അല്ലേ. സോ അതുകൊണ്ട് തന്നെ സ്മോളിൻ്റെ കേസിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് 13-നെക്കാട്ടും കൂടുതലാണെങ്കിൽ ലാർജിൻ്റെ കേസായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഈ രണ്ട് വാല്യൂസും 13-നെക്കാളും താഴെ കുറവുള്ള നമ്പർ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് സ്മോളിൻ്റെ കേസിലുള്ള ഇൻഫർമേഷനാണ്. സോ നമുക്കിനി സ്മോളിൻ്റെ കേസിൽ ഏത് ഇക്വേഷനാണ് സ്യൂട്ടബിൾ എന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ എഴുതാം N1, N2 is less than 30. ഓക്കെ, സ്മോളിൻ്റെ കേസ്. ഇനി ഏത് ഇക്വേഷനാണ് സ്യൂട്ടബിൾ എന്ന് നോക്കാം. സി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സിഗ്മ 1 സിഗ്മ 2-ൻ്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല അല്ലേ. ഇത്രയും ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് ക്വസ്റ്റ്യനിലില്ല. സോ ഇത് വരത്തില്ല, കാരണം ഈ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് വെൻ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആർ നോൺ. സോ ഇത് പറ്റത്തില്ല. സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആർ അൺനോൺ ആയിരിക്കുമ്പോഴുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് ഇല്ല, ആകെപ്പാടുള്ളത് ഇത്രയും മാത്രമാണ്. സോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആയിരിക്കുമല്ലോ എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഇതിന് ഇൻഫർമേഷൻസ് തന്നിട്ടില്ല. ദാറ്റ് ഇസ് വൈ വി ആർ ടേക്കിംഗ് വെൻ
sigma 1 and sigma 2 are unknown. So നമുക്കിനകത്ത് ഇക്വേഷൻ എഴുതാം. T is equal to x bar 1 minus x bar 2 divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2, open the bracket, 1 divided by n1 plus 1 divided by n2, close the bracket. So this is the equation. This follows T, open the bracket, n1 plus n2 minus 2. Okay. So ഇതിനകത്ത് ഏത് ടേബിളാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീൻ്റെ ടേബിൾ ആയിരിക്കുമല്ലോ. ടി ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ. whenever we are writing the equation ഫുള്ളായിട്ട് തന്നെ എഴുതണം. ഇതും എഴുതണം. പിന്നെ നമ്മൾ കാണപ്പാടെ തന്നെ പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കണം. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഏതിലൊരെണ്ണം പഠിച്ചാൽ മതി. സോ നമുക്കിനി ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. എക്സ് ബാർ 1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇറ്റ് ഇസ് 37 മൈനസ് എക്സ് ബാർ 2 അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ്സ് 34 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n1. n1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 9 ഇൻറ്റു s1 സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s1ൻ്റെ വാല്യൂ ഇറ്റ്സ് 11.23, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. പ്ലസ് n2ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഇസ് 7 ഇൻറ്റു s2ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. s2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും 7.42ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ n1. n1ൻ്റെ വാല്യൂ ആണ് 9 പ്ലസ് n2ൻ്റെ വാല്യൂ ആണ് 7 മൈനസ് 2. ഈ 2 എന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഫോർമുലയിൽ തന്നെയുള്ള 2 ആണ് കേട്ടോ. ഓപ്പൺ ദി ബ്രാക്കറ്റ്, 1 ഡിവൈഡഡ് ബൈ n1. n1ൻ്റെ വാല്യൂ 9 പ്ലസ് 1 ഡിവൈഡഡ് ബൈ n2. n2ൻ്റെ വാല്യൂ ഇസ് 7. ഓക്കെ, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇനി നമ്മളിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരിതാണ് എന്ത്, ടി ഈസ് ഈക്വൽ ടു 0.57. ഓക്കെ, നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂവിനെ പറയുന്നതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. സോ അതായത് ടി ആണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. സോ സി വി ഈസ് ഈക്വൽ ടു 0.57. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. സോ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ഏതിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വാല്യൂ ഓഫ് ടി ടെസ്റ്റ്. ഓക്കെ, പേജ് നമ്പർ 13 ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമുക്കിനി എങ്ങനെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. സി ടേബിൾ വാല്യൂ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ട്. സി 0.50, 0.25 ഇങ്ങനെയല്ല. ഈ ബോൾഡ് ലെറ്റേഴ്സിൽ തന്നേക്കുന്നതാണ് നമ്മുടെ 2 ടെയിൽ ടെസ്റ്റ്. ഓക്കെ, ആൻഡ് ഈ ബാക്കി താഴെയുള്ള നോട്ട് ബോൾഡ് ലെറ്റേഴ്സിൽ തന്നേക്കുന്നതാണ്, അതായത് ബ്രാക്കറ്റിൽ തന്നേക്കുന്നതാണ് നമ്മുടെ 1 ടെയിൽ ടെസ്റ്റ്. നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇറ്റ് ഇസ് 2 ടെയിൽ ടെസ്റ്റ്, റൈറ്റ്? സോ നമ്മൾ എടുക്കേണ്ടത് ഈ ഫസ്റ്റത്തെ ഇതാണ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് നോക്കാം. ഒരു കാര്യം മറന്നുപോയെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇസ് 5%, 10%, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് 5%. ഓക്കെ, ദാറ്റ് ഇസ് 0.05. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5% ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നാണ്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോഴേക്കും സി ഇവിടെ നമ്മൾക്ക് ഇക്വേഷൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് n1 പ്ലസ് n2 മൈനസ് 2. ഇതാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് വെച്ചാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഫോർമുല ആയിരിക്കും വിച്ച് ഫോളോസ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നേക്കുന്ന ഇൻഫോർമേഷൻസ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ പഠിക്കുമ്പോൾ മൊത്തത്തിൽ പഠിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ
ഇതും കൂടെ പഠിക്കേണ്ടതാണ്. സോ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മോട് പറഞ്ഞേക്കുന്നത് n1 പ്ലസ് n2 മൈനസ് 2 എന്നാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു n1 പ്ലസ് n2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു n1ൻ്റെ വാല്യൂ നമുക്കറിയാം 9 ആണെന്ന്, പ്ലസ് n2ൻ്റെ വാല്യൂയും 7 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ഇതാണ് നമ്മുടെ DOF, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, സോ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി, അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടിയ എമൗണ്ട്സ് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏത് വാല്യൂ ആണ് അതായിരിക്കുള്ളൂ നമ്മുടെ ടേബിൾ വാല്യൂ. സോ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 14. പിന്നെ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 0.5 എന്നുള്ള ഇതാണ്. ഓക്കെ, സോ 14 എടുത്തു, ഇതിനകത്ത് 0.5, ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് ആണ് വാട്ട് 2.145. ഓക്കെ, സോ ആ ടേബിൾ വാല്യൂ ഇസ് 2.145. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് അവർ ടേബിൾ വാല്യൂ ഇസ് മോർ ദാൻ ഓർ ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ എന്നാണ്. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ടേബിൾ വാല്യൂ. ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൈപ്പോത്തിസിസ് നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ നമ്മൾ വന്നെങ്കിൽ നമുക്ക് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പോകും. ഇനി ഇപ്പോൾ നേരെ തിരിച്ചാണ് വന്നതെങ്കിൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം, നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ അതായത് 5.57, നമ്മുടെ ടേബിൾ വാല്യൂൻ്റെ എമൗണ്ട് 2.145. യെസ്, ഇറ്റ് ഈസ് ലെസ് ദാൻ. ഇവിടെ ലെസ് ദാൻ സിമ്പിളാണ് വന്നേക്കുന്നത്. സി, ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നേരെ തിരിച്ചാണ് വന്നെങ്കിൽ വി വിൽ ഹാവ് ടു റിജക്റ്റ് അവർ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആക്സെപ്റ്റ് അവർ alternative hypothesis. So it is less than table value. So we can say that we can accept our H0, which means that H0 എന്തായിരുന്നു? H0 പറഞ്ഞേക്കുന്നത് μ1 ഈസ് ഈക്വൽ ടു μ2 എന്നാണ്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞേക്കുന്നത് രണ്ട് വാല്യൂം ഈക്വൽ ആണോ നോക്കാനാണ്. അതേ, രണ്ട് വാല്യൂം ഈക്വൽ ആണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് മനസ്സിലായത്. സോ നമുക്ക് കൺക്ലൂഷൻ എഴുതാം, ദ ടു മീൻസ് ആർ ഈക്വൽ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിന് മുന്നേ ഞാനൊരു സിമ്പിൾ ബേസിക് പ്രോബ്ലം തന്നിട്ടുണ്ട്. സോ എൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.